നമ്മളിപ്പം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. ഈ കാണുന്നതാണത്. നമ്മളിപ്പം അത് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ വരുന്ന വഴി നമ്മൾ കുറേ എണ്ണപ്പാടങ്ങൾ കണ്ടു. ഇതിൻ്റെ ചുറ്റിനൊക്കെ കാണുന്ന അതേ എണ്ണപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ ദൂരെ. ഈ ഏരിയ മുഴുവൻ എണ്ണപ്പാടങ്ങളാണ്. ഇതൊരു വളരെ ഐസൊലേറ്റഡായ ഒരു ഏരിയയാണ്. ബഹറിൻ്റെ ഒരു അറ്റം എന്ന് വേണേൽ പറയാം. ഇത് കഴിഞ്ഞാൽ പിന്നെ കടലായിരിക്കും. അങ്ങ് അതൊക്കെ എണ്ണപ്പാടങ്ങളാണ്. ഇവിടെ വേറെ ഒന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. ഇത് മാത്രം. ഇതിങ്ങനെ പറഞ്ഞു കേട്ട ആൾക്കാർ വരുന്നതാണ്. ഈ ഒരു ട്രീയെ പറ്റി പറഞ്ഞാൽ ഇത് വന്നിട്ട് ഏതാണ്ട് 400 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് 33 ഫീറ്റ് അങ്ങനെ ഇതിൻ്റെ ഹൈറ്റും. ആൾക്കാരിത് കാണാൻ വേണ്ടി ഇങ്ങനെ ദൂരെ നിന്ന് വരും ഇവിടെ. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകും. ട്രീ ഓഫ് ലൈഫ് വിസിറ്റർ സെൻറ്റർ എന്ന് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു തട്ടും പിന്നെ ബാക്കിയെല്ലാം കാര്യമായിട്ടൊരു സെറ്റപ്പും ഇല്ലാതാണ് ഇത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത്രയും പേര് വിസിറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ശരിക്കും കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ പേരിലൊന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. പിന്നെ ബഹ്റിനികൾക്ക് ഇഷ്ടം പോലെ ഓയിൽ വരുമാനം ഉള്ളതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യം കാണില്ല. ഇനി അതുമല്ല, ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ആകണോ ഇവർ കാര്യമായിട്ട് ഇതിന് ഒരു പ്രയോറിറ്റി ഒന്നും കൊടുത്തതായിട്ട് ഇവിടെ വന്ന് തോന്നില്ല. ആളുകൾ വരുന്നുണ്ട്, ആളുകൾ ഇത് വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് ഇഷ്ടം പോലെ. ട്രീ ഓഫ് ലൈഫിൻ്റെ മുന്നിലെത്തി. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഇവിടെ ജനങ്ങൾ വരുന്നു, ഇവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. ഇപ്പം തന്നെ നമുക്ക് കാണാം ഫ്രണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇതൊക്കെ ഇത് കാണാൻ വന്നവരാണ്. 400 വർഷം പഴക്കമുള്ള മരത്തിനുണ്ട് ഓരോ യോഗങ്ങൾ. ഇവിടെയൊക്കെ എത്രയോ മരങ്ങൾ നിൽക്കുന്നു. ആരും ചോദിക്കാനോ പറയാനോ അതിൻ്റെ പുറകെ ചെല്ലാനോ ഇല്ല. പക്ഷെ ഈ മരം കണ്ടോ, ഈ മരത്തിനെ തപ്പി ആൾക്കാർ വന്നിട്ടേ ഇരിക്കുന്നു. ആൾക്കാർ ഇവിടെ വന്ന് നിന്ന് സെൽഫി എടുക്കുന്നു, അല്ലെ ഫോട്ടോ എടുക്കുന്നു. ഇതിനകത്ത് ഒത്തിരി കിളികളുണ്ട്. ഇനി ഇതാണോ ട്രീ ഓഫ് ലൈഫ് എന്ന് ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ഇതിന് ലൈഫ്, ഈ ട്രീ ഇതിന് ലൈഫ് കൊടുക്കുന്നുണ്ട് ഈ കിളികൾക്ക്. എന്തായാലും കാണാൻ ഉള്ളി വന്ന് നോക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇതിലും എത്രയോ ഭംഗിയുള്ള പല ട്രീകളും ഉണ്ട് പലയിടത്തും. പക്ഷേ ഈ മരുഭൂമിയിൽ 400 വർഷമായിട്ട് നിൽക്കുന്ന ഒരു ട്രീ എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പം ഇതിൻ്റെ ഒരു സറൗണ്ടിങ്ങിലോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ സറൗണ്ടിങ് എന്ന്. ട്രീ ഓഫ് ലൈഫിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ട്രീ ഓഫ് ലൈഫിൻ്റെ ഔട്ടർ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അതായത് ആ മരത്തേൽ കയറി ഇരിക്കാൻ പാടില്ല. ഒരു ഇന്ത്യക്കാരൻ സിഖുകാരനാണ് അതിൻ്റെ സെക്യൂരിറ്റി. ഇത് അവിടെ 1-2 സെക്യൂരിറ്റിമാരൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും, അവിടെ ഇരിക്കരുത്. കാര്യം ഇത് ഒരുപക്ഷെ അവർ ഈ മരത്തിൻ്റെ ആയുസ് എത്രയുണ്ട്, ഇതിൻ്റെ എത്ര നാളായിട്ട് ഇതുണ്ട്, എത്ര വർഷമായിട്ട് ഇത് ഇവിടെ ഉള്ളതാണെന്നൊക്കെ ഒരുപക്ഷെ അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണല്ലോ അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. 400 വർഷമായിട്ട് ഉള്ള ഒരു പഴക്കമുള്ള ഒരു മരമാണെന്ന്. വെളി നോക്കുക നല്ല ഭംഗിയുണ്ട്. വെളിയിലോട്ടിറങ്ങിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളി ഒരു ടെമ്പറേച്ചറാണ്.
എന്താ ഇത്തെ കായ്ച്ചു നിൽപ്പുണ്ട് ഒരു ബീൻസൊക്കെ പോയത് ഒരു ഒരു സംഭവം. എന്താണ് ഇതിവിടെ സാധാരണ കാണുന്ന ടൈപ്പ് ഒരു മരമാണ്. പക്ഷെ നല്ല രസത്തിലാണ് നമുക്ക് ഇതിനകത്തോട്ട് കയറുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നല്ല കാറ്റും ബഹ്റിനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇത് കാണുക എന്നുള്ളത് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ നമുക്ക് വരുന്ന വഴിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഓയിൽ വെൽസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊരു പുതിയ അനുഭവമായിരിക്കും. ട്രീ ഓഫ് ലൈഫ് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ടോ? ഇങ്ങനെ വണ്ടിയിലാണ് വരുന്നത് ഇത് കാണാൻ. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റിക് സ്പോട്ട് തന്നെയാണ്. ഗ്രൂപ്പായിട്ട് വരുന്നുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ, കൂടുതൽ ഇന്ത്യക്കാരാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ഈ പോകുന്നത്. മാന്യനാണ്, നല്ല ആളാണ്. ഈ കാണുന്നതൊക്കെയാണ് എണ്ണപ്പാടങ്ങൾ. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആ സംഭവം. ഇനി അതിലൂടെയാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോവുക. തിരികെ നമ്മൾ ഇനിയിപ്പം ബീച്ച് ലക്ഷ്യമാക്കി പോകുന്നു. നമ്മൾ ഇവിടുന്ന് വന്ന് നീങ്ങുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബീച്ചിലോട്ട് പോവുക. വെയിലടിക്കുമ്പോൾ ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഈ ട്രീ കടി വന്നപ്പോൾ ആ ചൂടറിഞ്ഞില്ല. ശ്രദ്ധിച്ചോ? നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ കാണാം. ചെയ്യും.